നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മച്ചമ്പിയുടെ വ്യത്യസ്തമായ പരിഷ്കാരങ്ങളിലൊന്നാണ് നമ്മുടെ വീട്ടിലൊക്കെ കാറ് മുറ്റത്തിട്ടിരുന്നാൽ വൃത്തിയാക്കാൻ വരുന്ന ആളുകളോ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ വരുന്ന നമ്മുടെ ഭാര്യയോ മക്കളോ ഒക്കെ പറയും, കാറൊന്ന് മാറ്റിത്തരുമോ, അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ എന്ന്. ഇതൊക്കെ അവരുടെ വീടുകളിൽ നടക്കുന്ന പരിപാടിയാണ്. മച്ചമ്പി ഇത് രാജ്യാന്തര തലത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. മച്ചമ്പിയുടെ ഒരു ആവശ്യം, ഫലസ്തീനിലെ ജനങ്ങൾ മൊത്തം ഒന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറിക്കൊടുക്കണം, അവരെല്ലാവരും ഫലസ്തീൻകാരെ സ്വീകരിക്കണം. മച്ചമ്പി ഒരു വാക്വം ക്ലീനർ കൊണ്ടുവന്ന് അവിടെ എല്ലാം അടിച്ച് വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കിയതിന് ശേഷം തിരിച്ച് വിളിക്കാൻ ആഗ്രഹിക്കുന്നവരെ ലിസ്റ്റ് വെച്ച് വിളിച്ച് അവിടെ താമസിപ്പിക്കും. എന്നിട്ട് ഫലസ്തീൻ ഒരു മനോഹരമായ നാടാക്കി മാറ്റും. ആരോടാ പറയുന്നത്? 15 മാസം മഴയും വെയിലും നോമ്പും എല്ലാം വന്ന് മക്കളും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട് മരണപ്പെട്ടവർ, സ്ഥിരമായി അംഗവൈകല്യം സംഭവിച്ചവർ, സ്കൂളും വീടും ദേവാലയങ്ങളും എല്ലാം തകർക്കപ്പെട്ട മനുഷ്യർ കീഴടങ്ങാതെ പോരാടി ഒടുവിൽ ഒരു ആളിനെപ്പോലും പിടിച്ചെടുക്കാനാവാതെ ബന്ദികളാക്കിയിരിക്കുന്ന ആളുകൾ എവിടെ നിന്ന് വന്നാണ് ഈ പത്രസമ്മേളനത്തിൽ വരുന്നതെന്ന് അവർക്ക് പോലും അറിയാതെ വലിയ സാറ്റലൈറ്റുകളും പിന്നെ മണത്ത് നോക്കുന്ന പട്ടിയും ഒക്കെ ഉണ്ടായിട്ട് പോലും ഒന്നും കണ്ടുപിടിക്കാനാവാത്ത ആ രാജ്യത്തിനോടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒന്ന് മാറി നിൽക്കണം, അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. മച്ചമ്പി പറഞ്ഞാൽ എല്ലാവരും മാറിക്കൊടുക്കണം. കാരണം മച്ചമ്പി ഒന്നാം രാജ്യത്തെ ഒന്നാമനാണ്. ഇടയ്ക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില സിനിമാ നടന്മാർ ഈ ചില പടങ്ങളൊക്കെ പൊട്ടിപ്പോയതിന് ശേഷം മടങ്ങി വരുന്നത് പോലെ മച്ചമ്പി പൂർണ്ണ അർത്ഥത്തിൽ മടങ്ങി വന്നതാണ്. ഈ സന്ദർഭത്തിൽ സജി മാർക്കോസ് എന്ന് പറയുന്ന ഒരാൾ പശ്ചിമേഷ്യൻ വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ പല വിഷയങ്ങളിൽ കുറിപ്പെഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം എഴുതിയ മനോഹരമായൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പൊന്ന് വായിക്കാം. അല്പം ദൈർഘ്യമുണ്ടെങ്കിലും അതിൽ കാമ്പും കഴമ്പുമുണ്ട്. കഴിഞ്ഞ ദിവസം മനോജ് കുറൂറുമായി സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ കൂടിയാൽ 4 കൂട്ടിയൊന്ന് മുറുക്കും. കണ്ടുമുട്ടുമ്പോൾ മുറുക്കുന്നത് 3 പേരുടെ കൂടെയാണ്. എൻ്റെ ചെണ്ടയാശാൻ സന്തോഷ് കൈലാസ് ആശാൻ, വല്യാശാനായ ശങ്കരൻകുട്ടിമാരാശാൻ, പിന്നെ മനോജ്. ഇവരുടെ കയ്യിൽ ഏത് നാട്ടിലായാലും സ്റ്റോക്കുണ്ടാവും മുറുക്കാനേ. ഇപ്പോൾ ശങ്കരൻകുട്ടി ആശാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുറുക്ക് നിർത്തി. ഇനി 2 ആളേ ഉള്ളൂ. അവരെ കാണുമ്പോൾ അല്ലാതെ മുറുക്കുന്ന ശീലമില്ല. ഒരുമ, അത് തയ്യാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില നുള്ളുനുറുങ്ങ് സ്വകാര്യ സംഭാഷണങ്ങൾ, ഇതെല്ലാം മുറുക്കുന്നതിലൊരു ഹരമാണ്. വീട്ടുവിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ മനോജ് ഒരു അഭിപ്രായം പറഞ്ഞു. ഏത് നാട്ടിൽ പോയാലും എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. നാട് വിടുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു കാര്യം കൂടി ചേർത്തു, പൊതുവേ നാടും വീടും വിടുന്നതിന് ക്രിസ്ത്യൻസിന് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ലെന്ന് തോന്നുന്നു. ഒരു നിരീക്ഷണമെന്ന നിലയിലാണ് പറഞ്ഞത്, ഒരു തിയറി എന്ന നിലയിലല്ല. എനിക്കും ശരിയാണെന്ന് തോന്നി. രാജകുമാരിയിൽ ജനിച്ചു വളർന്ന എനിക്ക് കോട്ടയത്ത് വീട് വെക്കുന്നതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടി പോലും വന്നില്ല. ഏതാണ്ട് 120 കിലോമീറ്റർ ദൂരെ. 1-2 വട്ടം പറഞ്ഞ കാര്യമാണ്. സ്വദേശികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലിയാണ് എൻ്റേത്. ഇവിടെ മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി വീട് വെച്ച് സർവീസസ്, വെള്ളം, കറണ്ട്, സീവർ കണക്ഷൻ എടുത്ത് താമസിക്കുന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് സർക്കാരാണ് പ്രധാനമായ ഭവനദാതാക്കൾ. അങ്ങനെയുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുമ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ താമസിക്കുന്ന വില്ലേജ് വിട്ട് കുറച്ച് മാറിപ്പോലും ഇവർ താമസിക്കാൻ തയ്യാറല്ല എന്നതാണ്. പല കാരണങ്ങളുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന ഒരു മോസ്ക്, അതിൻ്റെ അടുത്ത് വൈകുന്നേരം വെടി പറഞ്ഞിരിക്കാൻ ശീശ കടകളും, അതിനോട് ചേർന്ന വീടുകളുമായി ഒരു സമൂഹമായിട്ടാണ് ഇവരുടെ ജീവിതം നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടു വന്നത്. എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് മുത്തുവാരിയും മീൻ പിടിച്ചും ഫാൽക്കൻ പറത്തിയും ഇന്ത്യയിൽ നിന്ന് ഉരുക്കളിൽ ആഹാര സാധനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വരുന്നതും കാത്തിരുന്നു. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് അത്യുഷ്ണത്തിൽ കഴിഞ്ഞ മനുഷ്യരാണ്. അറബ് നാടുകളിൽ വിസിറ്റിന് വരുന്നവർ ഇവരെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവരുടെ ലോക്കൽ മാർക്കറ്റിൽ പോകണം. അഹമ്മദ് ലിറാസി എന്ന പേരുണ്ടായിരുന്നത് ദിറാസിൽ താമസിക്കുന്നത് കൊണ്ടാണ്. ദിറാസ് വിട്ടാൽ പിന്നെ അയാൾ വെറും അഹമ്മദാണ്. അതവർക്ക് സമ്മതമല്ല. അറബികളെപ്പോലെ ടെറിട്ടോറിയലായ ആളുകളെ കണ്ടിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതി ആലപ്പുഴ ജില്ലയുടെ പകുതിയേ ഉള്ളൂ. ആൾപ്പാർപ്പുള്ള 3 ദ്വീപുകളാണുള്ളത്. ദ്വീപുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് 1 കിലോമീറ്റർ താഴെയുള്ള ചെറുപാലങ്ങൾ. ഒരേ തരം മനുഷ്യർ, ഒരേ ഭാഷ, ഒരേ മതം. പക്ഷേ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെയും പട്ടണങ്ങളും ഗ്രാമങ്ങളുമുണ്ട്. ജീവിത രീതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു ദ്വീപിൽ നിന്നും അടുത്ത ദ്വീപിലേക്ക് മാറി താമസിക്കുന്നത് അപൂർവമാണ്.
അറബികളെന്ന സർവ്വനാമം ഉപയോഗിച്ച് പറയുമെങ്കിലും അറബികൾ ഒരേതരം മനുഷ്യരല്ല. ബഹ്റൈനികളും സൗദികളും ഒരുതരം മനുഷ്യരല്ല. ഭാഷയിലും ആഹാരത്തിലുമുണ്ട് വ്യത്യാസങ്ങൾ. ഒമാനികളുമായി വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട്. ഈജിപ്ഷ്യൻസും ജോർദാനികളും വേറെ മനുഷ്യരും ലോകവീക്ഷണമുള്ളവരും ശീലങ്ങളുള്ളവരുമാണ്. 25 കൊല്ലമായി ഈ നാട്ടിൽ ജീവിക്കുന്ന ഇവരുടെ ഭാഷ സംസാരിക്കുന്ന ധാരാളം സ്വദേശി സൗഹൃദങ്ങളുള്ള എനിക്ക് അറബികൾ എന്താണെന്ന് കാര്യമായി ഇന്നും പിടികിട്ടിയിട്ടില്ല. ഒരാലോചനയുമില്ലാതെ 120 കിലോമീറ്റർ ദൂരെ വീട് വാങ്ങുന്ന എനിക്കോ ബാംഗ്ലൂരേക്ക് പറിച്ചു നടപ്പെടുന്ന മലയാളിക്കോ ഇവരെ മനസ്സിലാകണമെന്നില്ല. ഇന്നലെ പറഞ്ഞ മൈഗ്രേഷൻ്റെ കാരണമായ പുഷ് ഫാക്ടേഴ്സ് പുൾ ഫാക്ടേഴ്സ് ധാരാളമുണ്ടെങ്കിലും ഇവർ മൈഗ്രേഷന് തയ്യാറല്ല. ഈജിപ്തിൽ പോയപ്പോൾ കണ്ട രസകരമായൊരു ജീവിത രീതിയുണ്ട്. മക്കൾ വളർന്ന് വിവാഹം കഴിച്ചാൽ അതേ കെട്ടിടത്തിൻ്റെ അടുത്ത നിലയിലേക്ക് താമസം മാറും. നമ്മളെപ്പോലെ മാതാപിതാക്കൾ ഏറ്റവും ഇളയ മകൻ്റെ കൂടെയല്ല, മൂത്ത മകൻ്റെ കൂടെയാണ് താമസം. എല്ലാ ദിവസവും മക്കൾ പേരക്കുട്ടികളുമായി വന്ന് കുറച്ച് സമയം പേരൻസിൻ്റെ കൂടെ ഇരിക്കും. ആഹാര സാധനങ്ങളുമായിട്ടാണ് വരവ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. പൊതുവെ കുറച്ചുകൂടി ഫാമിലി ഓറിയൻറ്റഡാണ് അറബികൾ. ഇതവർ വിലമതിക്കുന്ന ജീവിത രീതിയാണ്. UK-യിലേക്കുള്ള ഫലസ്തീൻ അംബാസിഡർ ഹിസ് ഹൈനസ് ഹുസാം സൊലോട്ടിൻ്റെ രസകരമായൊരു ഇൻ്റർവ്യൂ ഉണ്ട് യൂട്യൂബിൽ. കുട്ടിയായിരുന്നപ്പോൾ ഗസയിലെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. വളരെ ആവേശത്തോടെ അദ്ദേഹം പറഞ്ഞു, ഷബൂറ റെഫ്യൂജി ക്യാമ്പിലെ പരിമിതമായ ജീവിത സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതം ഉത്സവം പോലെ ആയിരുന്നു. അതീവ രസകരമായിരുന്നു കുട്ടിക്കാലം. ഞങ്ങൾക്കൊരമ്മയല്ല ഉണ്ടായിരുന്നത്, പല അമ്മമാരായിരുന്നു. ഒരു വീടല്ല, എല്ലാം ഞങ്ങളുടെ വീടായിരുന്നു. ഒരു വ്യക്തിയോ കുടുംബമോ സ്വമനസാലെ മൈഗ്രേറ്റ് ചെയ്യുന്നത് പോലെയല്ല വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഇറക്കി വിടപ്പെട്ട അഭയാർത്ഥികളാകുന്നത്. അവരെ മറ്റ് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയാൻ ട്രംപ് ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവരോട് ചോദിച്ചോ? അവർ സ്വന്തം സ്ഥലം വിറ്റിട്ടോ വിട്ടുകൊടുത്തിട്ടോ സ്വമേധയാ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോയതാണോ? അവർക്ക് മറ്റെങ്ങും പോകണ്ടെങ്കിലോ? റെഫ്യൂജി ക്യാമ്പിൽ 3 തലമുറയായി കഴിയുന്നവർ ഇന്നും തിരിച്ചു പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. റൈറ്റ് ടു റിട്ടേൺ ആണ് അവരുടെ ആവശ്യം. അതവരുടെ അവകാശവുമാണ്. ചിലർക്ക് സ്വാഭിമാനമായിരിക്കും ജീവനേക്കാൾ വലുത്. അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതാണ് സജി മാർക്കോസിൻ്റെ കുറിപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കാമ്പുണ്ട് എന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും അവരവരുടെ ഏരിയ, അവരവരുടെ മേഖല ഇത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയുമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ പലപ്പോഴും ഈ വിദേശ അറബ് രാജ്യങ്ങളിലൊക്കെ സിറ്റിസൺഷിപ്പ് കൊടുത്താൽ പോലും അങ്ങനെ പോകാൻ താല്പര്യമില്ലാതെ എല്ലാ വെള്ളിയാഴ്ചയും സ്വന്തം പള്ളിയിൽ വന്ന് സ്വന്തം ഉപ്പയെയും ഉമ്മയെയും കണ്ട് മരണപ്പെട്ടു പോയവരാണെങ്കിൽ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ശീലമുള്ള ധാരാളം പേരുണ്ട്. ആരെങ്കിലും ദൂരെ ഇരുന്ന് ഇവരുടെ ഫ്ലൈറ്റ് ചാർജ് എഴുതി കൂട്ടിയാൽ ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും വരും. അവർക്ക് ആ കോടികളെക്കാൾ ഇത്തരം കാര്യങ്ങളിൽ ബന്ധമുള്ളവരാണ്, നിഷ്കർഷയുള്ളവരാണ്. അതുകൊണ്ട് അവരെല്ലാവരും അങ്ങ് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറിക്കൊടുക്ക്, ഞാനിവിടെ നിന്ന് തൂക്കട്ടെ എന്ന് പറഞ്ഞാൽ ട്രംപിന് നല്ലത് വൈറ്റ് ഹൗസിൻ്റെ മുറ്റം തൂക്കലാവും എന്നതാണ് സത്യം.